ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ല. നമ്മളിത് +1 എത്തിയിരിക്കുവാണ്. +1 ഒക്കെ ഗംഭീരമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഫിസിക്സിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ തവണയും പരീക്ഷയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. സോ ആ കൺസെപ്റ്റാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അതിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. സോ ആദ്യം തന്നെ എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേടാ. റൈറ്റ്, ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ഇവിടെ കാണിച്ചിരിക്കുന്ന 18 പേര്, നിങ്ങൾക്ക് 18 സീനിയേഴ്സിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും. നിങ്ങളുടെയൊക്കെ സീനിയേഴ്സാണ്. സോ ഇവർ 520 മാർക്ക് +1 നേടിയെടുത്ത അടിപൊളി മക്കളാണ്. സോ ഇവരെല്ലാവരും നമ്മുടെ അഗ്നി ബാച്ചിലും അതുപോലെ തന്നെ കിങ്സ് 11 ബാച്ചിലുള്ള കുട്ടികളാണ്. സോ സൈലത്തിൻ്റെ കൂടെ പഠിച്ചിട്ട് ഏറ്റവും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ ആളുകളാണ്. അതിന് താഴെ നിങ്ങൾക്ക് 2 പേരുടെ ഫോട്ടോസ് കാണാൻ പറ്റും. ആ 2 പേർക്കും വലിയ പ്രത്യേകതയുണ്ട്. കാരണം +2 ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1200 മാർക്കാണ്. ആ 1200-ൽ 1200 നേടിയെടുത്ത ഗംഭീരമായ ചരിത്ര വിജയം നേടിയിട്ടുള്ള 2 ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. സോ ഇവരെല്ലാവരും ഇത്രയും മികച്ച വിജയത്തിലോട്ട് നടന്നെടുത്തത് സൈലത്തിലൂടെയാണ്. സൈലത്തിൻ്റെ ആപ്പിലുള്ള അഗ്നി ബാച്ചിലൂടെയും അതുപോലെ തന്നെ കിങ്സ് 11-ലൂടെയാണ്. സോ നിങ്ങൾക്കും ഇപ്പോഴും അഡ്മിഷൻ എടുക്കാം. സോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 9995400800. ഇതാണ് നമ്പർ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോ മക്കളെ. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ അഗ്നി ബാച്ചിനകത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. ഈ ഒരു അവസരം ആരും തന്നെ മിസ്സാക്കരുത്. കാരണം ജൂൺ 24-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് എന്ന് കരുതി അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. ഇപ്പോൾ തന്നെ അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുവാണ്, മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ റിമൈൻഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഫ്രീ ആയ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യണം. കാരണം എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ +1-നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എങ്ങനെ പഠിക്കണം, ഓരോ സബ്ജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രീ ചാനലാണ്. ലിങ്ക് താഴെയുണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കരുത്. റൈറ്റ്, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം, ഡയമെൻഷൻസിലോട്ട് കിടക്കാം. മക്കളെ, എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയമെൻഷൻസ് എന്ന് പറയുക. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നേ വരെ പഠിച്ച മെഷറബിൾ ആയ എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. സോ ഈ പറയുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ഡയമെൻഷൻസ് എന്ന് പറയുക. സോ ഡയമെൻഷൻസിൽ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാ ഡയമെൻഷൻസും ഇതുപോലുള്ള സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വേണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ. സ്ക്വയർ ബ്രാക്കറ്റ് മുഖ്യം ബിഗിലെ, ഇത് മറക്കരുത്. എല്ലാ ഡയമെൻഷൻസും സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഡയമെൻഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയില്ലേ, മെജോറിറ്റി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അല്ലെങ്കിൽ നമ്മുടെ മെക്കാനിക്സിനകത്തുള്ള മെജോറിറ്റി ക്വാണ്ടിറ്റീസും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 3 എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. ലെങ്ത്തിന് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ L, അതും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. മാസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ടൈമിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T, അതും സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പല കുട്ടികളുടെയും തെറ്റിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, സാറേ ലെങ്ത്തിന്റെ മാത്രമല്ലേ ക്യാപിറ്റൽ L എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് മക്കളെ. ലെങ്ത് മാത്രമല്ല, അതിൻ്റെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് ആവാം, ഡിസ്പ്ലേസ്മെന്റ് ആവാം, ഹൈറ്റ് ആവാം, ബ്രെഡ്ത്ത് ആവാം, റേഡിയസ് ആവാം. ഇവയുടെ എല്ലാം ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ L തന്നെയാണ്. ഒരിക്കലും ലെങ്ത്തിൽ മാത്രമായി നിങ്ങൾ ഒതുക്കരുത്. സോ ആ കാറ്റഗറിയിലാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഹൈറ്റും ബ്രെഡ്ത്തും റേഡിയസും എല്ലാം വരുന്നത്. അവയുടെ എല്ലാം ഡയമെൻഷൻ ക്യാപിറ്റൽ L തന്നെയാണ്. അത് മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത കാര്യം, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം 7 ആണല്ലോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. സോ അതിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കടാ. ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ A, ടെമ്പറേച്ചർ ആണെങ്കിൽ ക്യാപിറ്റൽ K, ലൂമിനസ് ഇന്റൻസിറ്റി ആണെങ്കിൽ സ്മോൾ CD, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണെങ്കിൽ സ്മോൾ MOL, എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിന് ഇടണം. ഈ പറയുന്ന ആശാന്മാരൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഏറ്റവും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് MLT എന്ന് പറയുന്ന ഈ ആശാന്മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെയാണ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക? മനഃപ്പാഠം പഠിക്കണമോ അതോ മനസ്സിലാക്കി എങ്ങനെ ഡയമെൻഷൻസ് പഠിക്കാം, എങ്ങനെ അവയൊക്കെ ഓർത്തു വെക്കാം എന്ന കാര്യത്തിലോട്ടാണ് കടക്കാൻ പോകുന്നത്. റൈറ്റ്, കമോൺ. ആദ്യം ഏറ്റവും സിമ്പിളായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഏരിയയുടെ ഡയമെൻഷൻ എന്താണ്? നിസാരമായി നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എഴുതാം അല്ലേ മക്കളെ? എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാം, ശരിയല്ലേ?
ഞാൻ പറഞ്ഞു ലെങ്ത് എന്ന് പറഞ്ഞാലും അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അതിന്റെ ഡയമെൻഷനും ക്യാപിറ്റൽ എൽ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോ എങ്ങനെ വരുവാടാ? ക്യാപിറ്റൽ എൽ ഇൻറ്റു ക്യാപിറ്റൽ എൽ. സോ എന്ത് എഴുതാം മക്കളെ? ക്യാപിറ്റൽ എൽ സ്ക്വയർ ഇക്വേഷൻ നമ്പർ 1. ക്യാപിറ്റൽ എൽ സ്ക്വയർ ഇക്വേഷൻ നമ്പർ 1. യെസ്, അടിപൊളിയായിട്ട് കാര്യം മനസ്സിലായില്ലേ? അന്തസ്സായിട്ട് കാര്യം എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ. സോ ഇങ്ങനെയാണ് ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കുക. സോ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തിന്റെ എല്ലാണ്, ബ്രെഡ്ത്തിൻ്റെയും എല്ലാണ് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. സോ എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ, ദിസ് ഈസ് എ ഡയമെൻഷൻ ഫോർ ഏരിയ. അടുത്തത് വോള്യം നമുക്ക് നോക്കാടാ. നിസ്സാരമാണ്. എന്താണ് വോള്യത്തിന്റെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമുക്കറിയാം ലെങ്ത്തിൻ്റെയും എല്ലാണ്, ബ്രെഡ്ത്തിൻ്റെയും എല്ലാണ്, ഹൈറ്റിൻ്റെയും എല്ലാണ്. സോ എങ്ങനെ എഴുതാം? എൽ ഇൻറ്റു എൽ, ദാറ്റ് മീൻസ് എൽ ക്യൂബ്. ക്ലിഞ്ചറായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ല. അത് അന്തസ്സായി എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലടാ. നിങ്ങൾ ഓരോരുത്തരും തന്നെ അടുത്തത് പറയും, സെൽഫായി തന്നെ പറയണടാ. അടുത്തത് ഡെൻസിറ്റി. എന്തായിരിക്കും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ? ഒന്ന് ആലോചിച്ചേടാ. മനസ്സിൽ നിന്ന് ആദ്യം ഫോർമുല വരട്ടെ. എന്താണ് ഡെൻസിറ്റിയുടെ ഫോർമുല? ഡെൻസിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോള്യം ആണ്. തർക്കമില്ലാത്ത കാര്യമല്ലേ? സംശയമില്ലാത്ത കാര്യമല്ലേ? മാസിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ എം ആയിരുന്നു. വോള്യത്തിന്റെ ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അതെന്താണ്? അത് എൽ ക്യൂബാണ്. നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യമാണ്. സോ ഡയമെൻഷൻ ഇങ്ങനെ എഴുതിയാൽ ശരിയാവൂടാ? ഇങ്ങനെ എഴുതിയാൽ ഒരിക്കലും ശരിയാവില്ല. പ്രോപ്പർലി നമ്മൾ എഴുതണം. താഴെയുള്ള എൽ ക്യൂബ് മുകളിലോട്ട് വരുമ്പോൾ, ഡിനോമിനേറ്ററിലുള്ള എൽ ക്യൂബ് മുകളിലോട്ട് വരുമ്പോൾ, ന്യൂമറേറ്ററിലോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും? യെസ്, എൽ പവർ ഓഫ് -3 ആയിട്ട് മാറും. എൽ ക്യൂബ് മുകളിലോട്ട് വരുമ്പോൾ എൽ പവർ ഓഫ് -3 ആയിട്ട് മാറും. സോ ഇക്വേഷൻ നമ്പർ 3, ദ ഡയമെൻഷൻ ഫോർ ഡെൻസിറ്റി ഈസ് ml raised to -3. സെറ്റ്. ഒരു തരി സംശയമില്ലാലോ. അടുത്തതിലോട്ട് കിടക്കാം. സ്പീഡ്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ? ടേമിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ അല്ലേ മക്കളെ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസിന്റെ ഡയമെൻഷനും ലെങ്ത്തിന്റെ ആണെങ്കിലും ബ്രെഡ്ത്തിന്റെ ആണെങ്കിലും ഹൈറ്റിന്റെ ആണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ എൽ തന്നെയാണ്, സംശയമില്ല. ടൈമിന്റെ എന്താ മക്കളെ? ക്യാപിറ്റൽ ടി ആണ്. ടി മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ? എൽ ടി റേസ് ടു -1 ആയിട്ട് മാറും. ഇക്വേഷൻ നമ്പർ 4. അടിപൊളിയായിട്ട് മനസ്സിലാവുന്നില്ലേ? ഓരോ കൺസെപ്റ്റുകളും സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലേ? അടുത്തത് എന്താണ്? വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഇതേപോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. നമുക്കറിയാം ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും ലെങ്ത്തിനും ഒരേ ഡയമെൻഷനാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അതും ക്യാപിറ്റൽ എൽ ആണ്. ക്യാപിറ്റൽ എൽ ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. ദാറ്റ് ഈസ് എൽ ടി റേസ് ടു -1. അതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണ്. ഞാൻ അവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഓർ എൽസ് സിംപ്ലി ഞാൻ എഴുതുവാണ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അതെന്താണ്? അത് എൽ ടി റേസ് ടു -1 ആണ്. ടൈമിന്റെ ഡയമെൻഷനും നമുക്കറിയാം, അത് ക്യാപിറ്റൽ ടി ആണ്. ഈ ക്യാപിറ്റൽ ടി മുകളിലോട്ട് വരുമ്പോൾ ടി റേസ് ടു -1 ആവും. ഓൾറെഡി അവിടെ ഒരു ടി റേസ് ടു -1 കിടപ്പുണ്ട്. അപ്പോൾ എന്തായിട്ട് മാറും? എൽ ടി റേസ് ടു -2 ആയിട്ട് മാറും. ഇക്വേഷൻ നമ്പർ 6. 6 അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ. ഈ ടി മുകളിലോട്ട് വരുമ്പോൾ ടി റേസ് ടു -1 ആവും. ഓൾറെഡി ഒരു ടി റേസ് ടു -1 ഇല്ലേ? സോ ടോട്ടൽ എന്തായിട്ട് മാറും? ടി റേസ് ടു -2 ആയിട്ട് മാറും. ഇക്വേഷൻ നമ്പർ 6. അടുത്തത് ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എൻ്റെ മക്കൾക്കറിയാം, നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ പഠിച്ചാണ്. ഫോഴ്സ് ഈക്വൽ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, MA ആണ്. മാസിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാപിറ്റൽ M. ആക്സിലറേഷന്റെ എൽ ടി റേസ് ടു -2. സോ കമ്പൈൻ ചെയ്ത് എൻ്റെ മക്കളെ ഇരിക്കട എന്ത് വരും? ML ടി റേസ് ടു -2. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ, നമ്മുടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, മാസിന്റെ M ആണ്, ആക്സിലറേഷന്റെ എൽ ടി റേസ് ടു -2 ആണ്. കമ്പൈൻ ചെയ്യുക, ML ടി റേസ് ടു -2. അതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 7. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് മൊമെന്റം. മൊമെന്റം നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, ശരിയല്ലടാ? മാസിന്റെ ക്യാപിറ്റൽ M ആണ്, വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു -1 ആണ്. സോ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വരും? ML ടി റേസ് ടു -1. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 8. അടിപൊളിയായിട്ട് മനസ്സിലാവണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തത് ഇമ്പൾസ്.
എന്താ മക്കളെ ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ ഷോർട്ട് ടൈം പീരീഡിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. വലിയൊരു ഫോഴ്സ് ചെറിയ സമയത്തോട്ട് കൊടുക്കുന്നതിനെയാണ് ഇമ്പൾസ് എന്ന് പറയുക. ഫോഴ്സിന്റെ എന്താണ്? ഫോഴ്സിന്റെ എഫും ടൈമിന്റെ ടിയും. സോ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ് എന്ന് പറയുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് 2. അടുത്ത ടൈമിന്റെ ക്യാപിറ്റൽ ടി. ഇവിടെ പല കുട്ടികൾക്കും തെറ്റുപറ്റാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ടി ചുമ്മാ ഇട്ടാലേ പ്രശ്നമുള്ളൂ. ടിയുടെ മണ്ടയ്ക്ക് ഒരു 1 ഇട്ടേ. ടി ഇടുന്നതും ടി റേസ് ടു 1 ഇടുന്നതും കറക്റ്റ് അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു തെറ്റും പറ്റൂല. ശ്രദ്ധിക്കടാ, എങ്ങനെ അത് നിസാരമായി ചെയ്യാൻ പറ്റും നോക്കടാ മക്കളെ. ഇവിടെ ടിയുടെ മണ്ടയ്ക്ക് -2 ആണ്, ഇവിടെ 1 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യടാ. -2 + 1 എത്രയാണ്? -1 അല്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് ഡയമെൻഷൻ കിട്ടി. എം എൽ ടി റേസ് ടു -1. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 9. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊമെന്റത്തിനും ഇമ്പൾസിനും സെയിം ഡയമെൻഷൻ ആണ്. മൊമെന്റത്തിനും ഇമ്പൾസിനും സെയിം ഡയമെൻഷൻ ആണ്. അത് എം എൽ ടി റേസ് ടു -1 ആണ്. പഠിക്കണം പഠിക്കണം പഠിക്കണം. അടുത്ത ആശാൻ വർക്ക്. എന്താണ് വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, എം എൽ ടി റേസ് ടു -2 ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ എൽ ആണ്, എൽ ഇൻറ്റു എൽ. എൽ ഇൻറ്റു എൽ എന്താണ് മക്കളെ? എൽ സ്ക്വയർ അല്ലടാ. അപ്പൊ എന്ത് കിട്ടും? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇക്വേഷൻ നമ്പർ എത്രയാണടാ? ഇക്വേഷൻ നമ്പർ 10. അടുത്തത് എനർജി. എനർജി വളരെ നിസ്സാരമാണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ് പറയുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി എന്ന് പറയുക. വർക്ക് ചെയ്യാനുള്ള കഴിവാണ് എനർജി. സോ അതിനാൽ തന്നെ വർക്കിന്റെ അതേ ഡയമെൻഷനാണ് ആർക്കുള്ളത്? എനർജിക്കുമുള്ളത്. സോ ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇക്വേഷൻ നമ്പർ എത്രയാണ്? 11. ഞാനൊരു സ്റ്റാർ ഇട്ട് വെക്കുന്നു കേട്ടോ, സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട്. അടുത്തത് പവർ. എന്താ മക്കളെ പവർ എന്ന് പറഞ്ഞാൽ? പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ്. സോ വർക്ക് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയാം, ശരിയല്ലേ? റേറ്റ് ഓഫ് വർക്ക് ഡൺ. വർക്കിന്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ടൈമിന്റെ എന്താ മക്കളെ? ക്യാപിറ്റൽ ടി ആണ്. ഈ ക്യാപിറ്റൽ ടി മുകളിലോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ടി റേസ് ടു -1 ആയിട്ട് മാറും. ഓൾറെഡി അവിടെ ടി റേസ് ടു -2 കിടപ്പില്ലേ? അപ്പൊ എന്ത് വരുവാടാ മക്കളെ? എം എൽ സ്ക്വയർ ടി റേസ് ടു -3. ഇക്വേഷൻ നമ്പർ എത്രയാണ്? ഇക്വേഷൻ നമ്പർ 12. ഗംഭീരമായിട്ട് 12 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസും എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? സോ ഈ കാര്യങ്ങൾ ഫോർമുല നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഒരിക്കലും മനഃപ്പാടമാക്കി വെക്കരുത്. മനസ്സിലാക്കി തന്നെ പഠിക്കുക. എങ്കിലേ കുറേ ഡയമെൻഷൻസ് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. കുറേ ചാപ്റ്റേഴ്സിൽ നമുക്കിതെല്ലാം വരുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ, ഇനിയും ഇതുപോലുള്ള ബാക്കി സബ്ജക്റ്റുകളുടെയും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ ബാക്കി ടോപ്പിക്കുകളുടെയും വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അഗ്നി ബാച്ചിലോട്ട് കയറി വാടാ മക്കളെ, എല്ലാവരും വരണം. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീരാറായിരിക്കുന്നു. സോ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒട്ടും ലേറ്റ് ആയിട്ടില്ല. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നമ്പർ എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ്. ഒരിക്കലും മറക്കരുത്. സോ ബൈ ബൈ.